നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. LDF സർക്കാർ തുലഞ്ഞടുങ്ങാനുള്ള മുഖ്യ കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെ. കേരളത്തിലെ വിശ്വാസി സമൂഹം അന്ന് പിണറായി വിജയനെ അടക്കം ശപിച്ചിരുന്നു. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെ ദേവസ്വം മന്ത്രി K മുരളീധരന്റെ ഒരു പ്രസ്താവന, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ല, അത് കൃത്യമായി അന്വേഷിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ യഥാർത്ഥ കൊള്ളക്കാരെ നിയമത്തിന് മുന്നിലെത്തിക്കും ഈ സർക്കാർ എന്ന വിശ്വാസമായിരുന്നു പൊതുവെ കേരളത്തിലെ വിശ്വാസികൾക്ക്. ശാസ്താവിൻ്റെ കൂടി അനുഗ്രഹത്തിലാണ് UDF സർക്കാർ അധികാരത്തിലേറിയതെന്നും ജനം വിശ്വസിച്ചു. എന്നാൽ ഈ UDF സർക്കാരിനെ ചിലർ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണോ എന്ന് സംശയം. ഇപ്പോഴിതാ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിഭാഗത്തുള്ള സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ അഭിഭാഷകനെ തന്നെ ഹൈക്കോടതിയിലെ ദേവസ്വം ബോർഡ് പ്ലീഡറായി നിയമിച്ച സർക്കാർ കടുത്ത രാഷ്ട്രീയ വിവാദങ്ങളെ തുടർന്ന് ഈ നിയമനം റദ്ദാക്കി. എന്നാൽ ഈ നിയമനം നമ്മോട് പറയുന്നത് ഒട്ടനവധി സത്യങ്ങൾ. സർക്കാരിൻ്റെ പ്രതിച്ഛായയെ ബാധിക്കും എന്ന് തിരിച്ചറിഞ്ഞാണ് ദേവസ്വം മന്ത്രിയും മുഖ്യമന്ത്രിയും ഇടപെട്ട് ഈ നിയമനം ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. നിയമനത്തിന് പിന്നിൽ കളിച്ചതാര് എന്ന ചോദ്യം കോൺഗ്രസ് നേതൃത്വത്തിനിടയിൽ ശക്തമാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയകുമാറിന് ഈ നിയമനവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ, അതോ മറ്റേതെങ്കിലും മാഫിയകൾ ഇപ്പോഴും ദേവസ്വം ബോർഡിൽ പിടിമുറുക്കിയിട്ടുണ്ടോ? പ്രദീപ് എന്ന അഭിഭാഷകന് ഇത്തിരി മാധ്യമ ഹരം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധപ്പെട്ട മാധ്യമ സമ്മേളനങ്ങളിലൊക്കെ എന്തൊക്കെയോ തട്ടിവിട്ടു. TV-യിലൊക്കെ കണ്ട് ജനങ്ങൾക്ക് KB പ്രദീപിനെ കൃത്യമായി അറിയാം. അതേ പ്രദീപിനെ തന്നെ ഇപ്പോൾ സർക്കാർ ദേവസ്വം പ്ലീഡറായി ഹൈക്കോടതിയിൽ നിയമിച്ചാൽ എങ്ങനെയാവും കാര്യങ്ങൾ? ഹൈക്കോടതിയിലെ ഗവൺമെൻറ് പ്ലീഡർ പദവി ഇന്ന് ഉച്ചയ്ക്ക് തന്നെ രാജിവെക്കുമെന്ന് രാവിലെ പ്രദീപ് പറഞ്ഞു. മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും നടത്തിയ സമ്മർദ്ദങ്ങളെ തുടർന്നാണ് തൻ്റെ രാജിയെന്നും പ്രദീപ് പറഞ്ഞിരുന്നു. തലയ്ക്ക് സ്ഥിരമില്ലേ ഈ സർക്കാരിനെന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ കുറിക്കുന്നു. വലിയ വിവാദമായ ഒരു കേസിലെ പ്രതിഭാഗം അഭിഭാഷകനെ തന്നെ അതേ കേസിൽ ദേവസ്വം ബോർഡ് പ്ലീഡറായി നിയമിക്കുന്നു. അധികാരമേറ്റ ആദ്യ നാളുകളിൽ തന്നെ നിരവധി വിവരക്കേടുകളാണ് ഈ സർക്കാർ ചെയ്തു കൂട്ടുന്നത്. മുഖ്യമന്ത്രി VD സതീശൻ ഒരു വശത്ത്, മറുവശത്ത് മന്ത്രിമാരൊക്കെ ഓരോ തുരുത്തിൽ. അവർക്കിഷ്ടമുള്ളവരെയൊക്കെ പലയിടങ്ങളിൽ തിരികെ കയറ്റുന്നു. നേരത്തെ സണ്ണി ജോസഫ് തൻ്റെ അളിയനെ തന്നെയാണ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയോഗിച്ചത്. ഒടുവിൽ അളിയൻ ഭയന്ന് രാജിവെച്ചോടി. കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോൾ കൃത്യമായ കൂടിയാലോചനകളോ പരിശോധനകളോ ഒന്നും നടക്കുന്നില്ല. നേതാക്കൾ അവർക്ക് താല്പര്യമുള്ളവരെ ഇഷ്ടം പോലെ തിരികെ കയറ്റുന്നു. ഗവൺമെൻറ് പ്ലീഡർ പദവിയൊക്കെ വലിയ കച്ചവടമായിരുന്നുവെന്നാണ് തിരുവനന്തപുരം അങ്ങാടിയിലെ സംസാരം. പണച്ചാക്കുകളുമായി പലരും തിരുവനന്തപുരത്തെ ഹോട്ടലുകളിൽ വന്ന് തമ്പടിച്ചു. പലരും പദവി ഉറപ്പിച്ചത് ഇടനിലക്കാർക്കൊക്കെ പണം കൊടുത്തിട്ടാണ് എന്ന കിംവദന്തികളും ഉയരുന്നു. VD സതീശനെ ഇക്കാര്യങ്ങളിൽ നമുക്ക് പൂർണ്ണമായി കുറ്റം പറയുക വയ്യ. VD സതീശൻ്റെ ഭരണപരിചയക്കുറവ് ഒരുപക്ഷെ ഇതിനൊക്കെ കാരണമാകാം. സർക്കാരിൻ്റെ വലിയ ജാഗ്രത കുറവ് പല കാര്യങ്ങളിലും സംഭവിക്കുന്നു എന്നാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത്. ഭരണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇത്ര വലിയ മണ്ടത്തരങ്ങളും വീഴ്ചകളും സംഭവിക്കുന്നത് ജാഗ്രത കുറവ് എന്ന ഒറ്റ വാക്കിൽ ഒഴിവാക്കാൻ കഴിയില്ല. ദേവസ്വം ബോർഡിൻ്റെ പ്രത്യേക ഗവൺമെൻറ് പ്ലീഡർ, അതും ഹൈക്കോടതിയിൽ ദേവസ്വം ബോർഡിനു വേണ്ടി ഹാജരാകേണ്ട അഭിഭാഷകൻ. സ്വർണ്ണക്കൊള്ള കേസ് തന്നെയാണ് ഇന്ന് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ നടത്തുന്ന ഏറ്റവും ശക്തമായ കേസ്. ആ കേസിൽ ഇന്നലെ വരെ പ്രതിഭാഗത്തിനു വേണ്ടി വാദിച്ചുകൊണ്ടിരുന്ന അഭിഭാഷകനെ ഒരു സുപ്രഭാതത്തിൽ നേരെ ദേവസ്വം ബോർഡിൻ്റെ അഭിഭാഷകനാക്കിയാൽ എന്തായിരിക്കും ആ കേസിൻ്റെ അവസ്ഥ? സ്വർണ്ണക്കൊള്ള കേസ് അട്ടിമറിക്കാനാണ് ഇത്തരം നീക്കങ്ങൾ എന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ എങ്ങനെ അതിനെ മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും ഒക്കെ നിഷേധിക്കും? കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾ തന്നെ പരസ്യമായി ദേവസ്വം മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും കുറ്റം പറഞ്ഞിരുന്നു ഇന്നലെ. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഈ നിയമനം റദ്ദാക്കൽ. നിയമനം സർക്കാരിന് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അടിയന്തരമായി ഈ പദവിയിൽ നിന്ന് ഒഴിയണം എന്ന് K മുരളീധരൻ തന്നെയാണ് ആദ്യം ആവശ്യപ്പെട്ടത്. അപകടം മനസ്സിലാക്കി തൊട്ടു പിന്നാലെ VD സതീശനും ഇതേ നിർദ്ദേശം മുന്നോട്ട് വച്ചു. വകുപ്പ് തലത്തിലുണ്ടായ വലിയ ജാഗ്രത കുറവാണ് ഇവിടെ സംഭവിച്ചത് എന്ന് മന്ത്രിസഭയിലെ മറ്റു മന്ത്രിമാർ കുറ്റപ്പെടുത്തുന്നു. K മുരളീധരൻ ആരോഗ്യ വകുപ്പിനെ ഒരൊറ്റപ്പെട്ട തുരുത്തായി കാണുന്നു എന്നാണ് ചിലരുടെ പരാതി. പൊതുസമൂഹത്തിലുണ്ടായ ആശങ്ക കണക്കിലെടുത്താണ് മുഖ്യമന്ത്രി കർശന നിലപാടുകളെടുത്തത് എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ടിടപെട്ട് KB പ്രദീപിനോട് പദവി ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു. UDFിലെ മറ്റു നേതാക്കളും കോൺഗ്രസ് നേതാക്കളുമൊക്കെ ഈ നിയമനത്തിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർത്തി. വൻ കൊള്ള നടന്ന
ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അട്ടിമറിക്കാനാണ് ഇത്തരമൊരു നിയമനം എന്ന തോന്നൽ പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടായി എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്ക്. വി.ഡി. സതീശൻ മന്ത്രിസഭയെ നിയന്ത്രിക്കാൻ ഒരു കോർഡിനേഷൻ കമ്മിറ്റി അടിയന്തരമായി രൂപീകരിക്കണമെന്ന് നേരത്തെ KPCCയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നു. അതിനുവേണ്ടി ചിലരുടെയൊക്കെ പേരുകൾ നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ കേരളത്തിലെ ഭരണം എവിടെയെങ്കിലും ചെന്ന് മൂക്കും കുത്തി വീഴും എന്നുറപ്പിച്ചിരിക്കുന്ന KC വേണുഗോപാൽ ഇക്കാര്യങ്ങളിലൊന്നും ഇപ്പോൾ വലിയ താല്പര്യമെടുക്കുന്നില്ല. KC പക്ഷത്തിലെ മന്ത്രിമാരാണ് മന്ത്രിസഭയിൽ ഭൂരിഭാഗവും. വലിയ കോർഡിനേഷൻ കമ്മിറ്റിയൊന്നുമില്ലെങ്കിൽ KCക്ക് താല്പര്യമുള്ളവരെ പല സ്ഥലങ്ങളിലും നിയോഗിക്കാം. K. മുരളീധരൻ KC പക്ഷത്തു നിന്ന് അകന്നു നിൽക്കുന്നു. വി.ഡി. സതീശനുമായി അടുപ്പം സൂക്ഷിക്കുന്ന വ്യക്തിയാണ് K. മുരളീധരൻ. എന്നാൽ വി.ഡിക്കും തൻ്റെ കോട്ടയിൽ അങ്ങനെ K. മുരളീധരനെ ഒതുക്കാൻ കഴിയില്ല. ഒരാവശ്യവുമില്ലാതെ പ്രതിപക്ഷ നേതാവിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും കയ്യിൽ കൊടുത്ത വടിയായിപ്പോയി ഈ നിയമനം. പിണറായി വിജയൻ എന്തൊക്കെയാണ് ഇന്ന് പ്രതികരണമായി മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ പറഞ്ഞത്? പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലാതിരുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി ഒരു വടി പിണറായിയുടെ കയ്യിൽ കൊണ്ടുചെന്ന് കൊടുത്തത്. സ്വർണ്ണക്കൊള്ള കേസ് അട്ടിമറിക്കുമെന്ന ഭയം പൊതുവെ വിശ്വാസികൾക്കുണ്ട്. ഏത് മുന്നണി ഭരിച്ചാലും സ്വർണ്ണമാഫിയ ശക്തമാണത്രേ. LDF മന്ത്രിസഭയുടെ കാലത്ത് രൂപീകരിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് വലിയ വീഴ്ചകൾ സംഭവിച്ചുവെന്നും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കേസ് നടക്കുന്നതുകൊണ്ട് ഇക്കാര്യത്തിൽ സർക്കാരിന് ചില പരിമിതികളുണ്ടെന്നും നേരത്തെ K. മുരളീധരൻ പറഞ്ഞിരുന്നു. UDF സർക്കാർ അധികാരത്തിലെത്തിയാൽ സ്വർണ്ണക്കൊള്ള കേസിലെ യഥാർത്ഥ പ്രതികൾ പിടിക്കപ്പെടുമെന്ന ആ വിശ്വാസമാണ് ഇവിടെ തകർന്നു വീഴുന്നത്. രാഷ്ട്രീയ വിവാദങ്ങൾ മാത്രമല്ല, ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് നിലവിൽ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ഈ നിയമനത്തെ കടുത്ത ആശങ്കയോടെയാണ് കണ്ടത്. കേസിൻ്റെ സുഗമമായ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഇത് പ്രതിബന്ധമുണ്ടാക്കുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം വകുപ്പ് മന്ത്രിയെ അറിയിച്ചു. പ്രതിഭാഗം അഭിഭാഷകൻ തന്നെ ദേവസ്വം ലീഡറായാൽ വരും ദിവസങ്ങളിൽ കേസ് ഡയറിയും മറ്റ് നിർണായക വിവരങ്ങളും ചോരുമെന്നും അതുവഴി കേസ് അട്ടിമറിക്കപ്പെടുമെന്നും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് ടീം ഭയപ്പെടുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിപട്ടികയിലുള്ള ചെന്നൈയിലെ സ്വർണം പൂശൽ കേന്ദ്രമാണ് സ്മാർട്ട് ക്രിയേഷൻ. സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡർ പദവി അനുവദിച്ചാണ് നേരത്തെ പ്രദീപിനെ അത്തരമൊരു പോസ്റ്റിൽ നിയമിച്ചത്. സാധാരണഗതിയിൽ സീനിയർ ഗവൺമെന്റ് ലീഡറാണ് ദേവസ്വം വകുപ്പിനുള്ളത്. ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട സങ്കീർണ കേസുകളുടെ നടത്തിപ്പിന് കുറച്ചുകൂടി ഫലപ്രദമായ സംവിധാനം വേണമെന്ന് ദേവസ്വം വകുപ്പ് ആവശ്യപ്പെട്ടു. അതനുസരിച്ചാണ് സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡർ തസ്തിക സൃഷ്ടിച്ചത്. ഇത്തരമൊരു തസ്തിക അനുവദിച്ച് പ്രദീപിനെ ആ ഉത്തരവാദിത്തം ഏൽപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് വകുപ്പ് മന്ത്രി ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തിയില്ല? ശബരിമല മേൽശാന്തി കേസിലെ അമിക്യൂസ് ക്യൂറിയായും കൊട്ടിയൂർ ക്ഷേത്രത്തിലെ അഡ്വക്കേറ്റ് കമ്മീഷണറായും സേവനം അനുഷ്ഠിച്ചത് പ്രദീപിനെ പരിഗണിക്കാൻ ഇടയാക്കി എന്നാണ് വകുപ്പ് മന്ത്രി വിശദീകരിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നേരത്തെ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. പങ്കജ് ഭണ്ഡാരിയുടെ ജാമ്യ ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് ഇതേ പ്രദീപ്. അന്ന് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വന്ന് സ്മാർട്ട് ക്രിയേഷൻസിനെ ഒരുപാട് ന്യായീകരിക്കുകയും ചെയ്തു. UDF സർക്കാർ അധികാരത്തിലേറിയപ്പോൾ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലുള്ള യഥാർത്ഥ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ വക്കീലിനെ വെച്ചതോടെ എല്ലാം തുലഞ്ഞു എന്ന് പലരും K. മുരളീധരനെ ഫോണിൽ വിളിച്ചു പറഞ്ഞു. മന്ത്രിസഭയാണ് നിയമനം നടത്തിയത് എന്നാണ് K. മുരളീധരൻ വിശദീകരിക്കുന്നത്. അതിൽ എല്ലാവർക്കും കൂട്ടുത്തരവാദിത്വമുണ്ട്. ആരെയും ഒറ്റതിരിഞ്ഞ് കുറ്റപ്പെടുത്തരുത് എന്ന് K. മുരളീധരൻ പറയുന്നു. വളരെ വിചിത്രമായ സംഭവങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സാധാരണഗതിയിൽ സർക്കാർ ഉണ്ടെങ്കിലും വകുപ്പ് മന്ത്രിമാരാണ് ഉത്തരവാദിത്വം വഹിക്കേണ്ടത്. എന്നാൽ വിചിത്രമായ പ്രതികരണമാണ് ദേവസ്വം മന്ത്രിയിൽ നിന്നിപ്പോൾ കേൾക്കുന്നത്. ഇത്തരമൊരു നിയമനം വകുപ്പ് മന്ത്രി അറിയാതെ എങ്ങനെ നടക്കുമെന്ന് പിണറായി വിജയൻ ചോദിക്കുന്നു. ഒരു പ്രതി സാധാരണ പ്രതിയല്ല, കുറ്റാരോപിതനായ സ്ഥാപനത്തിനു വേണ്ടി ഹാജരായ ആളെ ദേവസ്വത്തിനു വേണ്ടി നിയമിക്കുന്നു. ഇത് കള്ളന് ചൂട്ടുപിടിക്കലാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പരിഹസിക്കുമ്പോൾ അതിനെ എങ്ങനെ ഖണ്ഡിക്കും ഇനി വി.ഡി. സതീശൻ? ശബരിമലയിലെ തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളിൽ ഉദ്യോഗസ്ഥരെ നിയമിക്കുമ്പോൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ഇക്കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതി പറഞ്ഞിരുന്നു. അഴിമതി ആരോപണങ്ങളിൽ ഹൈക്കോടതി സംശയമുനയിൽ നിർത്തിയ എക്സിക്യൂട്ടീവ് ഓഫീസർ അടക്കമുള്ള ഉദ്യോഗസ്ഥരെ തൽസ്ഥാനങ്ങളിൽ നിലനിർത്തിക്കൊണ്ടുള്ള ബോർഡ് ഉത്തരവ് ഇപ്പോൾ മറ്റൊരു വിവാദമായി. മെയ് 30-നാണ് ഇത്തരമൊരു ഉത്തരവ് ദേവസ്വം ബോർഡ് പുറത്തിറക്കിയത്.
എക്സിക്യൂട്ടീവ് ഓഫീസർ OG ബിജു അടക്കം 6 ഉദ്യോഗസ്ഥർക്ക് നിലവിലെ സ്ഥാനങ്ങളിൽ തുടരാൻ അനുമതി നൽകുന്നു. ശബരിമലയിലെ അഷ്ടാഭിഷേകവുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളിൽ മെയ് 18-ന് ഹൈക്കോടതി ബോർഡിനെതിരെ രൂക്ഷമായ പരാമർശങ്ങൾ നടത്തിയിട്ടും ഇതൊക്കെ അവഗണിച്ചായിരുന്നു ഈ നടപടി. ചില ഉദ്യോഗസ്ഥർ ശബരിമലയിലെ സുപ്രധാന തസ്തികകളിൽ മാറി മാറി വരുന്നത് ക്ഷേത്രത്തിന്റെ പക്ഷപാത രഹിതമായ ഭരണത്തിന് തടസ്സമാണ് എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. OG ബിജു എക്സിക്യൂട്ടീവ് ഓഫീസറായിരിക്കെ അഷ്ടാഭിഷേകത്തിനുള്ള പൂജാ ദ്രവ്യങ്ങളുടെ വിതരണം വിവാദ വ്യക്തിയായ സുനിൽ സ്വാമിക്ക് ലഭ്യമാക്കി എന്ന ആക്ഷേപമാണ് ഉയർന്നത്. ആടിയ ശിഷ്ടം നെയ്യ് വിതരണത്തിൽ ക്രമക്കേടുകൾ നടന്നു എന്ന ആരോപണവുമുണ്ട്. 2025-ൽ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശാനായി ചെന്നൈയിലേക്ക് അയച്ചപ്പോൾ ഇദ്ദേഹമായിരുന്നു എക്സിക്യൂട്ടീവ് ഓഫീസർ. ബോർഡിലെ CPM സർവീസ് സംഘടനാ നേതാക്കൾക്കും തൽസ്ഥാനങ്ങളിൽ തുടരാൻ ദേവസ്വം ബോർഡ് ഇപ്പോൾ അവസരമൊരുക്കിയിരിക്കുന്നു. ബോർഡിനെ അഴിമതി മുക്തമാക്കുമെന്ന് K ജയകുമാർ നാഴികയ്ക്ക് 40 വട്ടം തട്ടിവിടുന്നു. എന്നിട്ടും ഇത്തരം പ്രവർത്തനങ്ങൾ എന്തിനാണ് അവിടെ നടത്തുന്നത്? ഇതിന് പിന്നിൽ യഥാർത്ഥ കളിക്കാർ ആരൊക്കെയാണ്? ദേവസ്വം ബോർഡ് ഒരു വെള്ളാനയായി ഇനിയും തുടരുമോ? അതോ കൊള്ളയും അഴിമതിയുമൊക്കെ നടത്തുന്ന ആ മാഫിയയുടെ നിയന്ത്രണത്തിൽ തന്നെയാണോ ഇപ്പോഴും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.